വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ള പോം ടു ലിവ് ഇൻ ദ ബോർഡർലാൻഡ്സ്, ഗ്ലോറിയ അൻസാൽഡുവാൻ്റെ ടു ലിവ് ഇൻ ദ ബോർഡർലാൻഡ്സ് എന്നുള്ള പോമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലോറിയ അൻസാൽഡുവ ഒരു അമേരിക്കൻ റൈറ്ററാണ് എന്ന് പറയുന്നതിലുപരി ഇവരൊരു ചിക്കാന റൈറ്ററാണ്. അപ്പോൾ അമേരിക്കൻ റൈറ്ററാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു പോം വരുന്നത് അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ കീഴിലായിരിക്കും. അമേരിക്കൻ ലിറ്ററേച്ചറിൽ വരുന്ന ഒരു പോമാണ് നമ്മുടെ ടു ലിവ് ഇൻ ദ ബോർഡർലാൻഡ്സ് എന്നുള്ളത്. ചിക്കാന. അപ്പോൾ എന്താണ് ഈ ചിക്കാന റൈറ്റർ എന്ന് പറയുമ്പോൾ ഇവർ അമേരിക്കൻ വുമണാണ്. പക്ഷേ ബൈ ഡിസെൻറ്റ് ഇവരെന്താണ്, ഒരു മെക്സിക്കനാണ്. അതായത് മെക്സിക്കോയിൽ ജനിച്ച് അമേരിക്കൻ വുമൺ എന്നുള്ള സിറ്റിസൺഷിപ്പ് നേടിയ സ്ത്രീയാണ് ആര്, ഈ ഗ്ലോറിയ അൻസാൽഡുവ. അതാണ് ഇവരെ ചിക്കാന റൈറ്റർ എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ ഇവരൊരു ആക്ടിവിസ്റ്റ് ആയിരുന്നു, ഫെമിനിസ്റ്റാണ്. അങ്ങനെ വളരെ കൂടുതലായിട്ട് ഇവരെ അറിയപ്പെടുന്നത് ഒരു ആക്ടിവിസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ്. 2004 ഇവരുടെ മരണം. ഇപ്പോൾ 2024 20 വർഷത്തോളമായി. സോ നമുക്കിതിൻ്റെ സമ്മറി, ഈ ഒരു പോത്തിൻ്റെ ഓവറോൾ ഒരു ഐഡിയ നോക്കാം. ഈ പോം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മൊത്തമായിട്ടൊരു ഡിസോർഡറായിട്ട് കിടക്കുന്നൊരു പോമാണ് ഈ ടു ലിവ് ഇൻ ദ ബോർഡർലാൻഡ്സ്. നമുക്കറിയാം ബോർഡർലാൻഡിൽ ജീവിക്കുക, ബോർഡർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡിസോർഡർ ഫീലിംഗ്, അതായത് നമുക്ക് എല്ലായിടത്തും കാണുന്ന പോലെയുള്ള ഒരു പീസ്ഫുൾനെസ് ഒന്നും നമുക്ക് എവിടെ കാണില്ല, ബോർഡർ ഏരിയയിൽ കാണില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു പോകത്തിലും. നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ടോണിൽ ഇങ്ങനെ നമുക്ക് വായിച്ചു പോകാൻ പറ്റില്ല, ഒരേ രീതിയിൽ നമുക്ക് വായിച്ചു പോകാൻ പറ്റില്ല. വി വാണ്ട് ടു സെർച്ച് മോർ. നമുക്ക് ഇന്ന് ഓരോ വാക്കുകൾ കാണുമ്പോഴും പലതും നമുക്ക് ഫെമിലിയർ അല്ലാത്ത കുറേ വാക്കുകൾ കാണും. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അതിലേക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യം വരും, അതായത് ഗൂഗിൾ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോസിൻ്റെ ഇതിൽ കാണാം, വേഴ്സ് കാണാം, അതുപോലെ പല ഭാഷ, മെക്സിക്കൻ ഭാഷ കാണാം, ഇംഗ്ലീഷ് ഭാഷ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കാണാം. അതുപോലെ റൈം സ്കീമിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും നമുക്കൊരു ഡിസോർഡർനെസ് ആണ് നമുക്കിതിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരുപാട് ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ, അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റ് ഓരോരുത്തരുടെയും. ഇപ്പോൾ ഇവർ കൂടുതലായിട്ട് എഴുതുന്നത്, നമ്മുടെ ഗ്ലോറിയ അൻസാൽഡുവ കൂടുതലായിട്ട് എഴുതുന്നത് മാർജിനലൈസ് ചെയ്യപ്പെട്ട സൊസൈറ്റിയെ പറ്റിയിട്ടാണ്, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി, ആ ഒരു കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ് ഇവർ കൂടുതൽ എഴുതുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കോൺഫ്ലിക്റ്റിനെ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു സ്ട്രക്ചർ ഈ ഒരു പോത്തിന് കൊടുത്തിട്ടുള്ളതെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ആ പോത്തിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കുക, ഫസ്റ്റ് ലൈൻസ് കുറച്ച് നോക്കുമ്പോൾ നമ്മൾ കുറേ വാക്കുകൾ കാണാം, ലിസ്റ്റ് ഓഫ് വേർഡ്സ് കാണാം. എന്താ അത് കാണിക്കുന്നത്, മൊത്തം ഒരു ഒഫെൻസീവ് വേർഡ്സ് ആണ് കൂടുതലായിട്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ താഴ്ന്ന ജാതിക്കാര എന്ന് മുദ്ര കുത്തിയ ആൾക്കാരെ അവരുടെ ജാതിപ്പേര് വിളിക്കുന്നത് മോശമല്ലേ, അത് ഒഫെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അതുപോലെ തന്നെയാണ് അത്, അങ്ങനെയുള്ള കുറേ വേർഡ്സ് ആണ് അവർ ആദ്യത്തെ ആ ഒരു പോത്തിൻ്റെ ബിഗിനിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തിനായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക, ആ ഒരു ബിഗിനിങ്ങിൽ തന്നെ കൊടുക്കാൻ കാരണം ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ആ ഒരു വേർഡ്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടെ ഗ്ലോറിയ അൻസാൽഡുവ കൺവേ ചെയ്യുന്നത്. ആദ്യത്തെ ആ ഒരു കുറച്ച് ഭാഗങ്ങളിൽ, ആ ബിഗിനിങ് ഓഫ് ദ പോം വി ക്യാൻ സീ സോ മെനി വേർഡ്സ് ലൈക്ക് എന്തൊക്കെയാണത് ഇവിടെ പറയുന്നത്, ഹിസ്പാന, മെസ്റ്റിസ, മുലാറ്റ, അതുപോലെ നീഗ്രോ, ഇന്ത്യ, അങ്ങനെയുള്ള ഒരുപാട് ഇത് പറയുന്നുണ്ട്. അതെല്ലാം എന്താണ്, ഇതൊക്കെ ഒഫെൻസീവ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. ഇതൊക്കെ അവരുടെ ആ ഒരു എന്താ പറയുക, മിക്സഡ് റേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, ഒരു പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഡിസെൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലൊക്കെ താഴ്ന്ന ജാതിക്കാരെ അവരുടെ ജാതി പേര് വിളിക്കുമ്പോൾ ഏത് കമ്മ്യൂണിറ്റിയിലാണ് അവർ ജനിച്ചത് എന്ന് വിളിച്ചോതുന്ന തരത്തിലല്ലേ ആ ഒരു വിളി. അപ്പോൾ അത് മോശമാണ്. അതായത് അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനിച്ചത് കൊണ്ട് ഒരു മോശമില്ല. പക്ഷേ മുൻപത്തെ കാലത്ത് അങ്ങനെ ചിന്തിക്കുക, കാരണം ഇപ്പോഴും അത് അങ്ങനെ ആയിട്ട് നിന്ന് പോകുന്നു മാത്രം. അപ്പോൾ അതൊരു ഒഫെൻസീവ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആര് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ ഗ്ലോറിയ അൻസാൽഡുവ ദ ബിഗിനിങ് ഓഫ് ദ പോം, ദ ഫസ്റ്റ് സ്റ്റാൻസിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ബോർഡർലാൻഡ്സിൽ ജീവിക്കുന്ന ആ ഒരു ജീവിതത്തിനെ പറ്റിയിട്ടാണ് അവർ മെറ്റാഫറായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് ഈ ബോർഡർലാൻഡ്സ് എന്ന് പറയുന്നത്, അതായത് തമിഴ്നാടിൻ്റെയും അതുപോലെ കേരളത്തിൻ്റെയും ബോർഡറിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ പോയി താമസിക്കുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗത്തിൽ, അല്ലെങ്കിൽ ഒരു കളറിൻ്റെ ബേസിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് മിക്സിങ് ഓഫ് റേസസ് അല്ലെങ്കിൽ മിക്സിങ് ഓഫ് കളേഴ്സ്, അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നതാണ് ഈ ബോർഡർ, അല്ലെങ്കിൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ബോർഡർ ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു ഒരു ബോർഡർ ലാൻഡിൽ ജീവിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമില്ല, ദാറ്റ് ഈസ് നോട്ട് ഈസി എന്ന് ആര് പറയുന്നു, നമ്മുടെ ഗ്ലോറിയ അൻസാൽഡുവ പറയുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ഒരേ ഒരു ഐഡൻറ്റിറ്റിയിൽ മാത്രം ജീവിക്കുക, ഒരു ബോർഡർലാൻഡിൽ പോയിട്ട് ഒരേ ഒരു ഐഡൻറ്റിറ്റിയിൽ, ഞാനിപ്പോൾ ഇന്ത്യക്കാരനാണ്, ഞാനങ്ങനെ പാകിസ്ഥാൻകാരനാണ്, അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നു, ഫോർ എക്സാമ്പിൾ നമുക്ക് ആഫ്രോ അമേരിക്കൻസിനെ എടുക്കാം. ആഫ്രോ അമേരിക്കൻസിനെ എടുക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ് യു ആർ ഫ്രം വിച്ച് കമ്മ്യൂണിറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ ആഫ്രോ അമേരിക്കൻസ് എന്ന് പറയും. പക്ഷേ അവർക്ക് ഒരിക്കലും ഞാൻ ആഫ്രിക്കൻ ആണെന്നോ ഞാൻ അമേരിക്കൻ ആണെന്നോ അവർക്ക് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് രണ്ടെണ്ണത്തിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ്, അവർക്കൊരു സിംഗിൾ കാറ്റഗറിയിൽ ഒരിക്കലും നിന്നു പോവാൻ പറ്റില്ല എന്നുള്ളത്.
അവരുടെ പ്രശ്നം ഇവിടെ പറയുന്നത് നമ്മുടെ ഗ്ലോറി അൻസാൽഡുവേൻ്റെ സ്വന്തം ആ ഒരു കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷനെയൊക്കെ പറ്റിയിട്ടാണ് ഈ ഓരോ വരികളിലും പറയുന്നത്. അവൾക്ക് തന്നെ അവരുടെ ആ ഒരു ഡിസെൻഡ് അവരെവിടെ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കഴിയുന്നില്ല. Then next stanza പറയുന്നു, to live in the borderlands means knowing that the India in you betrayed for 500 years, that denying the Anglo inside you is as bad as having denied the India or black. അതായത് അവളുടെ ഹൃദയത്തിൽ ഇപ്പോഴും 500 വർഷം പഴക്കമുള്ള ഒരു ഇന്ത്യ ബീട്രേ, ചതിച്ചിരിക്കപ്പെട്ട, അതായത് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഇന്ത്യ. ദ ഡിനൈങ് ദ ആംഗ്ലോ ഇൻസൈഡ് യു, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആംഗ്ലിക്കാനിസം അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, യൂറോപ്യൻ ആ ഒരു ഐഡൻറ്റിറ്റിയെ ആര് ഇതാക്കുന്നു, ഡിനൈ ചെയ്യുന്നു. ഈ ഇന്ത്യൻ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി ഡിനൈ ചെയ്യുന്നു. ഈസ് ആസ് ബാഡ് ആസ് ഹാവിങ് ഡിനൈഡ് ദ ഇന്ത്യൻ ഓർ ബ്ലാക്ക്. അതായത് ഇന്ത്യനെ, ബ്ലാക്കിനെ എങ്ങനെയാണോ ഡിനൈ ചെയ്യുന്നത്, നിഷേധിക്കുന്നത്, അതുപോലെ തന്നെ അവരെ തിരിച്ചും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് രചയിതാസ്. ഇത് പറയുന്നത് ഒരു സ്പാനിഷ് വേർഡാണ്. അതൊരു മൾട്ടി കളേർഡ് ക്ലോത്ത്, അതായത് മൾട്ടി കളേർഡ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കൂടുതലായിട്ട് യൂറോപ്യൻ കൺട്രീസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് റേസിന് അല്ലെങ്കിൽ കളറിനാണ് അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടി കളേർഡ് ക്ലോത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് കളറുകൾ അടങ്ങിയ ഒരു ക്ലോത്തിനെ ഇവിടെ കാണിക്കുന്നത് ഒരു പേഴ്സൺ വിത്ത് ഡിഫറെൻറ്റ് ഐഡൻറ്റിറ്റീസ്, വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഡിസെൻറ്റ്, അങ്ങനെയുള്ള ഒരാളെയാണ് അല്ലെങ്കിൽ ഒരു ഐഡിയ ആണ് ഇവിടെ രചയിതാസ് എന്നുള്ളത് കൊണ്ട്, ഈ ഒരു വേർഡ് കൊണ്ട്, ഒരു സ്പാനിഷ് വേർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരുപാട് പല ലാംഗ്വേജസിൽ നിന്നുള്ള വേർഡുകൾ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റാൻസയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാൻസയാണത്. ഇതിൽ തുടങ്ങുന്നത് ക്വാണ്ടോ വേവ്സ് എൻ ലാ ഫ്രണ്ടറ. കുറച്ച് ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ഇറ്റ്സ് എ സ്പാനിഷ് ഫ്രേസ്. അപ്പോൾ അതിൻ്റെ മീനിങ് വെൻ യു ലിവ് അറ്റ് ദ ബോർഡർ. നമ്മുടെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടു ലിവ് ഇൻ ദ ബോർഡർ ലാൻഡ്സ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ആ ടൈറ്റിലിനെ വിവരിക്കുന്ന രീതിയിലുള്ള സ്പാനിഷ് ഫ്രേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ക്വാണ്ടോ വേവ്സ് എൻ ലാ ഫ്രണ്ടറ. ഇവിടെ പറയുന്നത് ഈ ഒരു ബോർഡറിൽ താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക എന്നതുകൊണ്ട് എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്നത് എന്നൊക്കെയാണ്. ഇതിൽ പറയുന്ന കുറച്ച് ഒരു പേഴ്സോണിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അല്യൂഷൻ, അങ്ങനെ ഒരുപാട് പോയറ്റിക് ടെക്നിക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വിൻഡിനെയാണ് ഇവിടെ പേഴ്സോണിഫൈ ചെയ്തിട്ടുള്ളത്. അവിടെ ഓരോരുത്തരുടെ വോയിസ് ആര് സ്റ്റീൽ ചെയ്യുന്നു, വിൻഡ് സ്റ്റീൽ ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ അല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രണ്ട് വേർഡ്സ് കാണാം, ബുറേ ആൻഡ് ബുയെ. ഈ രണ്ടെണ്ണം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഡംപ് ആൻഡ് ഓക്സ്, അതാണ് മീനിങ്. അതുപോലെ അടുത്തത് സ്കേപ്പ് ഗോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഒരു ബലിയാട് എന്ന് പറയില്ലേ, അതിനെയാണ് സ്കേപ്പ് ഗോഡ് എന്ന് പറയുക. ബലിയാടായി മാറുന്നവർ അതിനൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പിന്നെ അവർ പറയുന്നത്, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒറ്റ ഐഡൻറ്റിറ്റിയിൽ മാത്രം ജീവിക്കുക, ഒരു ബോർഡർ ലാൻഡിൽ ഒരു ഐഡൻറ്റിറ്റിയിൽ മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്നറിയോ, പുതിയതായിട്ടൊരു ജെൻഡർ കൂടെ കൊണ്ടുവരണം. അതായത് വുമൺ ആൻഡ് മാൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, പുതിയതായിട്ടൊരു ജെൻഡറും കൂടെ കൊണ്ടുവരണം എന്ന് പറയുകയാണ്. ഇവിടെ ജെൻഡർ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ശരിക്കും ആക്ച്വൽ ജെൻഡർ അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ഈ പറയുന്ന ഡിസെൻഡൻ്റെ ബേസിലൊക്കെ മാറ്റി നിർത്തപ്പെടുന്നവരെ ഒന്നിച്ച് ചേർത്ത് അതിനെ പുതിയൊരു ജെൻഡറാക്കി അല്ലെങ്കിൽ പുതിയൊരു കാറ്റഗറി ആക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ഒരു സുഖമായിട്ടുള്ളൊരു ജീവിതം അവർക്ക് സാധ്യമാകുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത സ്റ്റാൻസയിൽ പറയുന്നു, ടു ലിവ് ഇൻ ദ ബോർഡർ ലാൻഡ്സ് മീൻസ് ടു എന്ന് തുടങ്ങി ബി സ്റ്റോപ്ഡ് ബൈ ലാ മിഗ്ര അറ്റ് ദ ബോർഡർ ചെക്ക് പോയിന്റ്സ്. ഇവിടെ പറയുന്നത് മൊത്തം ഈ ഒരു പോയത്തിൽ പറയുന്നത് എന്താണ്, ബോർഡർ ലാൻഡ്സിൽ ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മിക്സഡ് കൾച്ചറിൽ മിക്സഡ് റേസിൽ ജീവിക്കുമ്പോഴുള്ള കോൺഫ്ലിക്ട്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു പോയത്തിൽ മൊത്തം പറയുന്നത്. ഇതിന് തൊട്ട് മുൻപത്തെ ആ ഒരു പോയത്തിൽ പറയുന്ന ആ ഒരു സ്റ്റാൻസയിൽ പറയുന്ന വെൻ വി ആർ ലിവിങ് ഇൻ ബോർഡർ ലാൻഡ് എന്നതിനെ പറ്റി അതിൻ്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷനാണ് താഴെ കൊടുക്കുന്നത്. ഇവിടെയും പറയുന്നത് എന്താണ്, ഒരാളുടെ ഹെറിറ്റേജ്, അവരവരുടേതായിട്ടുള്ള കൾച്ചർ, അവരുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി, ഇതൊന്നും അവർക്ക് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റാത്ത ആ ഒരു കോൺഫ്ലിക്റ്റിനെ, അവരുടെ ആ കൾച്ചറിനെയും ട്രഡീഷനെയും ഒന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല, പ്രിസർവ് ചെയ്യാനോ അവരുടെ ഇതിൽ കൂടെ കൂട്ടാനോ പറ്റുന്നില്ല എന്നതാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. പിന്നെ അടുത്ത സ്റ്റാൻസ, ലിവിങ് ഇൻ ദ ബോർഡർ ലാൻഡ്സ് മീൻസ് യു ഫൈറ്റ് ഹാർഡ് ടു തുടങ്ങി ദ റോപ്പ് ക്രഷിംഗ് ദ ഹോളോ ഓഫ് യുവർ ത്രോട്ട്.
ഇവിടെ ഈ ഒരു സ്റ്റാൻസയിൽ നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിന്നിൻ്റെ കളറ്, നമ്മളുടെ ജാതി, നമ്മുടെ ഇതെല്ലാം കൾച്ചർ, ഇതെല്ലാം നമ്മളുടെ പുറമേ കാണുന്ന ഇതിൽ എന്ത് ചെയ്തിരിക്കുകയാണത്, അവിടെ എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അത് മാറ്റാൻ കഴിയുന്നില്ല. ആസ് എ ആൽക്കഹോളിസം പോലെ. അതുപോലെ നമ്മൾ ഈ ആൽക്കഹോളിക്കിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. അതുപോലെ നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തിനെതിരെ? ഇങ്ങനെയുള്ള സൊസൈറ്റൽ ഡോഗ്മാസിനെതിരെ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം. ഇതിനെ ഇവിടുന്ന് വൈപ്പ് ഔട്ട് ചെയ്ത് കളയണം എന്നൊക്കെ ആര് പറയാണ്? നമ്മുടെ ഗ്ലോറിയ അൻസാൽഡുവ പറയാണ്. ദെൻ അടുത്ത സ്റ്റാൻസ തുടങ്ങുന്നത് ഇൻ ദ ബോർഡർ ലാൻഡ്സ് യു ആർ ദ ബാറ്റിൽ ഗ്രൗണ്ട്. ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് നമ്മൾ ഓരോ വ്യക്തിയും, ഇവർ പറയുന്ന ഈ ഒരു അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ വ്യക്തിയും എന്താണ്? ഓരോ ബാറ്റിൽ ഗ്രൗണ്ടാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ മെൻ്റൽ സിറ്റുവേഷൻ, അവരുടെ ആ മെൻ്റൽ കോൺഫ്ലിക്റ്റിനെയാണല്ലോ ഇവിടെ പറയുന്നതൊക്കെ. ബോർഡർ ലാൻഡ് എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റിനെയാണ്. അപ്പോൾ അതിൽ നടക്കുന്ന ആ ഒരു യുദ്ധത്തിൽ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം? ഇതിനോട് ഫൈറ്റ് ചെയ്തിട്ട് അവനവൻ്റെ മനസ്സിലെ തന്നെ ആ ഒരു മിഥ്യാധാരണയെ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. അപ്പോൾ ചിലപ്പോൾ തോൽക്കുമായിരിക്കാം, സ്വയം തോൽക്കുമായിരിക്കാം, എന്നാൽ കൂടി വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദെൻ 7th ആൻഡ് ലാസ്റ്റ് സ്റ്റാൻസ് അതിൽ പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ഇമേജ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെ? സ്മെല്ലിങ് ലൈക്ക് വൈറ്റ് ബ്രെഡ് ബട്ട് ഡെഡ്. ഇവിടെ വൈറ്റ് ബ്രെഡ് ബട്ട് ഡെഡ്. നമ്മൾ ഒരുപാട് ക്രഷ് ചെയ്തിട്ടാണല്ലോ ഈ ബ്രെഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എന്ത് സാധനമാണെങ്കിലും അതിനെ ക്രഷ് ചെയ്ത് നന്നായി സ്മൂത്തൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ബ്രെഡ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു വാർ ഉണ്ടല്ലോ, ഒരുപാട് ബാറ്റിൽ നടക്കുന്നതെന്ന് പറഞ്ഞു, മെൻ്റൽ കോൺഫ്ലിക്ട്സ് നടക്കുന്നതെന്ന് പറഞ്ഞു. അതിലൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മുടെ ഫീലിങ്സൊക്കെ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സ്മൂത്ത് ബ്രെഡായി മാറുന്ന രീതിയിൽ ചെയ്ത് ലാസ്റ്റ് അങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വേറൊരു കോൺട്രാസ്റ്റ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇവിടെ പറയുന്ന മെഷീൻ്റെ വൈറ്റ് ടീത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്? അങ്ങനെ ക്രഷ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഒലീവ് റെഡ് സ്കിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒലീവ് റെഡ് സ്കിന്നാണ്. അതാണ് രണ്ടും കോൺട്രാസ്റ്റ്, വൈറ്റും അതുപോലെ റെഡും. അതുപോലെ പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, ദോസ് ഹൂ യൂസ് വേർഡ് ലൈക്ക് മുലാറ്റ ഹാഫ് ബ്രീഡ് വുഡ് ലൈക്ക് ടു ഇമ്പോസ് ഓൺ വൺ. അതായത് മുലാറ്റ ഹാഫ് ബ്രീഡ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നത്? അവരുടെ ഡിസെൻറ്റിനെ കാണിക്കാൻ വേണ്ടി, അവരുടെ ആൻസസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ്സ് എൻ ഒഫെൻസീവ് വേർഡാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ ഒരു വേർഡിൽ അവർ ലേബൽ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റാൻസ് ആയിട്ടുള്ള 8th സ്റ്റാൻസയിൽ പറയുന്നത്, ടു സർവൈവ് ദ ബോർഡർ ലാൻഡ്സ് യു മസ്റ്റ് ലിവ് സിൻ ഫ്രണ്ടിറാസ് ബി എ ക്രോസ് റോഡ്സ്. നമുക്കറിയാം ബോർഡർ ലാൻഡ് എന്ന് പറയുമ്പോൾ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ഫെൻസ് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടെ എന്തല്ല വേണ്ടത്? ദർ ഇസ് നോ നീഡ് ഓഫ് ഫെൻസ്. അവിടെ വേണ്ടത് ഒരു ക്രോസ് റോഡാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗ്ലോറിയ അൻസാൽഡുവ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അവർക്ക് ആ ഒരു 2 ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ 4 ഐഡൻറ്റിറ്റി, ഇപ്പോൾ ഇവിടെ പറയുന്നത് അൻസാൽഡുവയ്ക്ക് 5ഓളം ഐഡൻറ്റിറ്റി അവരുടെ ബാക്കിൽ ബേർഡൻ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ഒരുപാട് ഐഡൻറ്റിറ്റി ക്രൈസിസ് കൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടത് എന്താണ്? അവർക്ക് എന്താണോ എപ്പോഴാണോ അപ്പുറത്തേക്ക് പോകുന്നത് ആ ഒരു ഐഡൻറ്റിറ്റി വേണ്ട സമയത്ത് ആ ഒരു ഐഡൻറ്റിറ്റി, ഈ ഒരു ഐഡൻറ്റിറ്റി വേണ്ട സമയത്ത് അപ്പോഴും അവർക്ക് എന്തുണ്ടാവും? ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. ഈവൻ ദോ ആ ഒരു സമയത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അങ്ങനെ ഒരു പ്രൊഹിബിഷൻ ഒന്നും ഇല്ലാതെ എല്ലായിടത്തും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാണിക്കാൻ പറ്റുക, അതാണ് വേണ്ടത്. ക്രോസ് റോഡ്സ് ആണ് വേണ്ടത്. അല്ലാതെ എന്തല്ല വേണ്ടത്? ഫെൻസ് ഒന്നും അല്ല വേണ്ടത്. സുഗമമായിട്ട് യാത്ര ചെയ്യാൻ, സുഗമമായിട്ട് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള സൗകര്യമാണ് എന്ത് വേണ്ടത്? ബോർഡർ ലാൻഡ്സിന് വേണ്ടത്. ഇവിടെ നമുക്കറിയാം ബോർഡർ ലാൻഡ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിനെ നമുക്ക് വേണമെങ്കിൽ സൊസൈറ്റി ആയിട്ട് കണക്കാക്കാം, ആ സൊസൈറ്റിനെ മൊത്തമായിട്ട് എല്ലാവരുടെയും മൈൻഡ് സെറ്റായിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത്? ഒരു യൂണിവേഴ്സൽ ചേഞ്ച് ഇതിനൊക്കെ കൊണ്ടുവരണം എല്ലാവരുടെയും മനസ്സിൽ. അതിപ്പോൾ വെസ്റ്റേൺ കൺട്രിയിൽ മാത്രമല്ല, ഈസ്റ്റേൺ കൺട്രിയിലല്ല, എല്ലായിടത്തും എല്ലാ മനുഷ്യന്മാരുടെയും ഉള്ളിൽ ഈ ഒരു സംഭവങ്ങൾ വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ സാധിക്കണം എന്ന് ആര് പറയുന്നു? ഗ്ലോറിയ അൻസാൽഡുവ അവരുടെ സിമ്പിൾ പോയത്തിലൂടെ നമ്മളോട് പറയണം. അപ്പോൾ ഇതാണ് ഈ ഒരു പോം, ഗ്ലോറിയ അൻസാൽഡുവാൻ്റെ ടു ലിവ് ഇൻ ദ ബോർഡർ ലാൻഡ്സ്. ഇത്രയും ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു പോമായിട്ട് വരുന്നവരെ താങ്ക് യു.